അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്ന വിഷയം പുരുഷന്മാരുടെ കഫംപുട എത്ര വേണം എന്നതിനെ സംബന്ധിച്ചിട്ടാണ്. സ്ത്രീകളുടെ കഫംപുടയെ സംബന്ധിച്ച് അടുത്ത വീഡിയോയിൽ ഞാൻ പറയും. പല ആളുകളും ചോദിക്കുന്ന ഒരു മസലയായതുകൊണ്ട് വിവരമുള്ള ആളുകൾ തന്നെ പല അഭിപ്രായങ്ങൾ പോലും ഇതിൽ പറയുന്നത് കൊണ്ടും അതുപോലെ തന്നെ നാട്ടു നടപ്പിൽ ചിലതൊക്കെ ചില ഭാഗങ്ങളിൽ പല ശൈലികളിലും ചെയ്യുന്നത് കൊണ്ട് കിതാബുകളുടെ ഇബാറത്തു സഹിതം ഞാൻ വിശദീകരിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. ശംസുൽ ഉലമാ, താജുൽ ഉലമാ, താജുൽ ശരിയ, താജുൽ ഫുഖഹ തുടങ്ങിയ പണ്ഡിതന്മാർ നവറല്ലാഹു മർഖദഹും ഇവർ എത്ര കഫംപുട ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പല ആളുകളും പറയാറുണ്ട്. ഏതായാലും ആകട്ടെ, അതിലേക്കൊന്നും ഞാൻ കടക്കാതെ കിതാബുകളിൽ പുരുഷന്മാരുടെ കഫംപുട എത്ര വേണം എന്നതിനെ സംബന്ധിച്ച് പരാമർശിക്കുന്ന ഭാഗങ്ങൾ ചുരുങ്ങിയ നിലക്ക് പറയാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നു. ഇൻഷാ അല്ലാഹ് എല്ലാവരും ശ്രദ്ധിച്ചത് കേൾക്കുക. നിർബന്ധമായിട്ടുള്ളത് പുരുഷനിക്ക് ഔറത്ത് മറക്കുന്ന വസ്ത്രമാണ് ഏറ്റവും ചുരുങ്ങിയത്. അതല്ല, ശരീരം മുഴുവനും മറക്കുന്ന ഒരു വസ്ത്രമാണ് ഏറ്റവും ചുരുങ്ങിയത് എന്ന് പറഞ്ഞവരുമുണ്ട്. ഫത്വൽ മഈൻ പറയുന്നുണ്ട്, വൽഇക്തിഫാഉ ബിസാത്തിരിൽ ഔറത്തി, ഔറത്ത് മറക്കുന്ന വസ്ത്രം മതി എന്ന് പറഞ്ഞത് വമാ സഹഹ നബവിയു ഫി അക്സരി കുതുബിഹി വനഖലഹു അനിൽ അക്സരീൻ. ഇമാം റളിയല്ലാഹു അൻഹു അധിക ഗ്രന്ഥങ്ങളിൽ സഹിയാക്കി പറഞ്ഞിട്ടുള്ളതും അധിക ഇമാമികളെ തൊട്ട് നക്കൽ ചെയ്ത അഭിപ്രായം ഔറത്ത് മറക്കുന്ന വസ്ത്രം മതി എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ പുരുഷന്മാർ മുട്ടുപൊക്കലിൻ്റെ ഇടയിൽ, സ്ത്രീകൾ മുഖവും മുങ്കയും ഒഴിച്ചിട്ടുള്ള മറ്റുള്ള ഭാഗങ്ങൾ മറക്കണം എന്ന് വരും. ഏതായാലും ആ ഫത്തുൽ മഈന്റെ ഇബാറത്തിനെ സംബന്ധിച്ച് ഈ ആയത്തിൽ നക്കൽ ചെയ്യുന്നതായി കാണാം. അത് ലൈഫുൻ, ഈ പറഞ്ഞ അഭിപ്രായം ഔറത്ത് മറക്കുന്നത് മതി എന്ന് പറഞ്ഞത് ലൈഫായ അഭിപ്രായമാണ്. വൽ മുഅ്തമദു, മുഅ്തമദായ അഭിപ്രായം അന്നഹു ലാ ബുദ്ദ മിൻ സത്രി ജമീഇൽ ബദൻ, ശരീരം മുഴുവനും മറക്കുന്ന വസ്ത്രം വേണം ഏറ്റവും ചുരുങ്ങിയത്. മനസ്സിലായല്ലോ? അങ്ങനെയാണ്. ആണായാലും പെണ്ണായാലും ശരീരം മുഴുവനും മറക്കുന്ന വസ്ത്രം മതി, ഏറ്റവും ചുരുങ്ങിയത് വേണമെന്നാണ് മുഅ്തമദ് എന്ന് ഈ ആയത്തിൽ പറയുന്നത്. എന്നാൽ ഇനി പറയാൻ പോകുന്ന വിഷയം, പുരുഷനിക്ക് 5 വസ്ത്രമാണോ ഏറ്റവും നല്ലത്, അല്ല 3 വസ്ത്രമാണോ? 3 വസ്ത്രമാണെങ്കിൽ ഏതൊക്കെ വസ്ത്രമാണ് വേണ്ടത് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഓരോന്നും ഇൻഷാ അല്ലാഹ് കിതാബിൻ്റെ ഉദ്ധരണി സഹിതം ഞാൻ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. എൻ്റെ സ്വന്തമായ അഭിപ്രായം പറഞ്ഞാൽ അത് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ട് കിതാബിലുള്ളതുപോലെ ഞാൻ ഇൻഷാ അല്ലാഹ് അത് പറയുന്നുണ്ട്. പിന്നീട് നിങ്ങളെ അഭിപ്രായങ്ങളും ചോദ്യങ്ങളും സംശയങ്ങളുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് എമ്മിൽ വന്നിട്ടോ അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് അറിയിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം. ഫത്വൽ മൊയിൻ പറയുന്നുണ്ട്, വ അക്മലുഹു, ഏറ്റവും പരിപൂർണമായത്, പുരുഷനിക്ക് ഏറ്റവും പരിപൂർണമായത് ശരീരം മുഴുവനും മറക്കുന്ന 3 കഫംപുടയാണ്. അരടുപ്പില്ല, കമീസില്ല, തലക്കെട്ടില്ല, അതാണ് വേണ്ടത്. ഏറ്റവും പരിപൂർണമായത് അതാണ്. ഈ വാക്കുമലുഹു എന്നതിനിക്ക് വ്യാഖ്യാനം പറഞ്ഞിട്ടുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായത് എന്നാണ്. അത് യാനത്ത് നോക്കിയാൽ കാണാം. ഫത്തുൽമീൻ്റെ ഇബാറത്തിനെ വിശദീകരിച്ചുകൊണ്ട് യാനത്ത് പറയുന്നുണ്ട്, ഏറ്റവും പരിപൂർണമായത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായത് പുരുഷനിക്ക് ശരീരം മുഴുവനും മറക്കുന്ന 3 കഫംപുട വസ്ത്രമാണ്. അതിലെന്തില്ല? കമീസില്ല, തലക്കെട്ടില്ല. ഏറ്റവും ശ്രേഷ്ഠമായത് അതാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല. ഇവിടെ ഫത്തുൽ മീൻ്റെ ഇബാറത്ത് ഇങ്ങനെയാണ്, വാഖ്മലുഹു. അവിടെ യാനത്ത് കാണാം, ഐ അൽ അഫ്ളലു മിൻ, അൽ അഫ്ളലു ഫീഹി, പുരുഷന്മാരുടെ കഫൻ വസ്ത്രത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത്
ലിദ്ദക്കരി പുരുഷനിക്ക് വലൗ സബിയൻ അത് കുട്ടിയാണെങ്കിലും ശരി സലാസത്തുൻ 3 വസ്ത്രമാണ്. യഉമ്മു കുല്ലു മിൻഹാ അൽ ബദന ശരീരം മുഴുവനുമായി മറക്കുന്ന 3 കഫംപുട വസ്ത്രമാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. അതെനിക്ക് തെളിവായി പറഞ്ഞിട്ടുള്ളത് ഞാനത്തെ ഹദീസ് പറയുന്നുണ്ട്. ലിഖബരി ആയിഷ റളിയല്ലാഹു അൻഹ ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ ഹദീസ് ഉള്ളതിന് വേണ്ടി കുഫിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കഫൻ ചെയ്യപ്പെട്ടു ഫീ സലാസത്തി അസ്വാബിൻ 3 വസ്ത്രത്തിലാണ്. ബീലിൻ സുഹൂലിയത്തിൻ സുഹൂലിയത്ത് എന്ന് പറഞ്ഞാൽ യമനിൽപ്പെട്ട ഒരു രാജ്യമാണ്. അപ്പൊ യമനിൽപ്പെട്ട ഒരു രാജ്യമാകുന്ന ഒരു വസ്ത്രത്തിന്റെ അതിലേക്ക് ചേർത്തുകൊണ്ട് പറഞ്ഞതാണ്. സുഹൂലിയായ വെള്ള 3 വസ്ത്രത്തിലാണ് കഫൻ ചെയ്യപ്പെട്ടത്. എന്നിട്ട് ഹദീസിൽ പറയുന്നു ലൈസ ഫിഹാ കമീസുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ധരിക്കപ്പെട്ട 3 വസ്ത്രത്തിൽ കമീസില്ല, വല അമാമത്തുൻ തലക്കെട്ടുമില്ല. അപ്പൊ തലക്കെട്ടും കമീസും ഇല്ലാതെ 3 വസ്ത്രത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കഫൻ ചെയ്യപ്പെട്ടു എന്ന് ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ ഹദീസ് ഈ ആനത്ത് അതിന്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട്. ഇനി അതാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും ശ്രേഷ്ഠമായത് 3 വസ്ത്രമാണ്. ഇത് ഫതുൽ മീനാണ് ഞാൻ പറഞ്ഞു. ഇനി തുഹഫ എന്ന് പറയുന്നു, തൂഫയും അങ്ങനെ തന്നെ പറയുന്നു. തൂഫ അക്മലു എന്ന ഉപയോഗത്തിനു പകരം അഫ്ളലു തന്നെ എടുത്തുകൊണ്ട് പറയുന്നു. അൽ അഫ്ളലു ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് തന്നെ പറയുന്നുണ്ട്. അതാവൽ അഫ്ളലിൽ റജുലി പുരുഷനിക്ക് ഏറ്റവും ശ്രേഷ്ഠമായത് അയ്യദക്കരി അതെ പുരുഷനിക്ക് എന്ന് പറഞ്ഞാൽ കുട്ടിയായാലും വലിയവനായാലും ഏറ്റവും ശ്രേഷ്ഠമായത് സലാസത്തുൻ 3 വസ്ത്രമാണ്. യഉമ്മു കുല്ലു മിൻഹാ അൽ ബദന ഓരോ വസ്ത്രവും ശരീരം മുഴുവനും മറക്കുന്ന 3 വസ്ത്രമാണ്. അതെനിക്ക് തൂഫ പറയുന്നുണ്ട് ഇത്തിഫാഅൻ ലിമാ ഫഅല ബിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത്തിബാഅൻ ലിമാ ഫഅല ബിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലം 3 വസ്ത്രം കൊണ്ടാണ് കഫൻ ചെയ്തത്. തൂഫയുടെ ഇബാറത്താണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ആധികാരിക ഗ്രന്ഥം തൂഫ ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അതിൽ പിന്നെ 2 അഭിപ്രായം പറയാനില്ല. ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അത് ഫത്വയായി. ഇനി മുഗ്നി എന്താ പറയുന്നത്? മുഗ്നിയും അങ്ങനെ തന്നെ പറയുന്നത് വമൻ കുഫിന മിൻഹുമാ ബിസലാസത്തിൻ 3 വസ്ത്രം കൊണ്ട് കഫൻ ചെയ്താൽ ഫഹിയ കുല്ലുഹാ ലഫായിഫു അത് 3 പുതപ്പ് വസ്ത്രമാണ്. മുതസാവിയത്തുൻ തൂലം വഅർളൻ നീളത്തിലും അകലത്തിലും സമാനമായ സമമുള്ള 3 പുടം വസ്ത്രമാണ്. യൗമു കുല്ലു മിൻഹാ ജമീഅൽ ബദൻ അതൊക്കെയും ശരീരം മുഴുവനും മറക്കുന്ന 3 പുട വസ്ത്രമാണ്. അത് പിന്നെ ആരോടൊപ്പില്ല, കമീസില്ല. 3 വസ്ത്രം കൊണ്ട് കഫൻ ചെയ്താൽ 3 കഫൻ പുടയാണ് മുഴുവനും മറക്കുന്ന. അത് മുഗ്നിയാണ് പറഞ്ഞത്. തൂഫയും തന്നെ അത് പറയുന്നുണ്ട്. ഒമൻ കുഫിന മിൻഹുമാ 3 വസ്ത്രത്തിൽ കഫൻ ചെയ്താൽ ബിസലാസത്തിൻ ഫഹിയ ലഫായിഫു മുതസാവിയത്തുൻ ഫി ഉമൂമിഹാ ലിജമീഇൽ മദൻ ശരീരം മുഴുവനും ഒരേപോലെയാകുന്ന 3 പുടം വസ്ത്രമാണ് അത് വേണ്ടത്. അതിൽ കമീസില്ല, ആരോടൊപ്പില്ല, തലക്കെട്ടില്ല, ഒന്നുമില്ല. അതാണ്. ഇനി നോക്ക് നിങ്ങൾ, അത് തൂഫ പറയുന്നുണ്ട്. ഇനി ശറഹുൽ മുഅദ്ദബ് എന്ന് പറയുന്നുണ്ട് യുകഫ്ഫനു ബിസലാസത്തിൻ 3 വസ്ത്രം കൊണ്ട് കഫൻ ചെയ്യണം. ലിഅന്നഹുൽ കഫ്നുൽ മഅറൂഫുൽ മസ്നൂൻ സുന്നത്തായപ്പെട്ട അറിയപ്പെട്ട കഫൻ പുട അതാണ് 3 വസ്ത്രമാണ്. വൽ അഫ്ളലു ആ 3 വസ്ത്രത്തിൽ ഏറ്റവും നല്ലത് അല്ലാ യകൂന ഫീഹാ കമീസുൻ വലാ അമാമത്തുൻ അതിൽ കമീസോ തലക്കെട്ടോ ഇല്ല. അതെനിക്ക് ഹദീസ് പറഞ്ഞിട്ടുള്ളത് ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹ ഹദീസാണ് തെളിവായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഏറ്റവും ശ്രേഷ്ഠമായത് 3 വസ്ത്രമാണ്, കമീസോ തലക്കെട്ടില്ല. ശറഹുൽ മുഅദ്ദബ് അങ്ങനെയാണ് പറയുന്നത്. എന്നാൽ ശറഹുൽ മുഅദ്ദബില് മറ്റൊരു അഭിപ്രായം കൂടി പറയുന്നുണ്ട്. തൂഫ 3
കഫംപുടയാണ് മുഴുവനും ആക്കുന്നത്. മുഗ്നിയും അങ്ങനെ തന്നെയാണ് പറയുന്നത്, ഫത്തുൽ മീൻ അങ്ങനെ തന്നെയാണ് പറയുന്നത്. എന്നാൽ ശറഅൽ മുഅദ്ദബിൽ മറ്റൊരു അഭിപ്രായമുണ്ട്, ചില ആൾ അങ്ങനെ ചെയ്യാറുണ്ട്. വൽ മുസ്തഹബ്ബു സുന്നത്തൻ യുകഫന റജുലു ഫീ സലാസത്തി അസ്വാബിൻ, പുരുഷനെ 3 വസ്ത്രത്തിലാണ് കഫൻ ചെയ്യലാണ്. ഇസാറുൻ ഒരു അരഉടുപ്പ്, വലഫാഫത്തൈനി ബീളിൻ വെളുത്ത 2 പുതപ്പ് വസ്ത്രമാണ്. ഒരു അരഉടുപ്പും 2 ശരീരം മുഴുവനും വരക്ക 2 ഉടവസ്ത്രമാണ് എന്ന് ഒരു അഭിപ്രായം പറയുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പോഴും അതിലെന്തില്ല, കമീസ് ഇല്ല, തലക്കെട്ടില്ല. അപ്പൊ 3 പുടം വസ്ത്രം വേണാണ്, അതാണ് ഏറ്റവും നല്ലത്. ഊഫ മുഗ്നിയൊക്കെ പറയുന്നുള്ളത് അങ്ങനെയാണ്. 3 പുടം വസ്ത്രത്തിൽ കമീസോ തലക്കെട്ടോ ഇല്ല. എന്നാൽ 3 വസ്ത്രം ഉള്ളവിടെ മറ്റൊരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്, അവിടെ അരഉടുപ്പും 2 പുടവസ്ത്രവുമാണ് മുഴുവനുമാക്കുന്നത് എന്നൊരു അഭിപ്രായം കൂടി പറഞ്ഞിട്ടുണ്ട്. തൂഫ പറഞ്ഞത് അങ്ങനെയല്ല. തൂഫ പറഞ്ഞിട്ടുള്ളത് ശരീരം മുഴുവനും മറക്കുന്ന 3 പുടവസ്ത്രമാണ് ഏറ്റവും നല്ലത്. ഇതാണ് ശറഅൽ മുഅദ്ദബിലുള്ളത്. ഇതാ ശറഅൽ മുഅദ്ദബിൽ പറയുന്നത് ഇത് കാണാം. വഅമ്മൽ അഹ്കാം, വിധികൾ, ഫഖാല ശാഫിഉൽ അസ്ഹാബ്, ഇമാം ഷാഫി തങ്ങളും അസ്ഹാബും പറയുന്നത്, അൽ മുസ്തഹബ്ബു അൻ യുകഫന റജുലു ഫീ സലാസത്തി അസ്വാബിൻ, പുരുഷന് 3 വസ്ത്രത്തിലാണ് കഫൻ ചെയ്യൽ സുന്നത്ത്. അതിലൊരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്, ഇസാറും വലഫാഫത്തൈൻ, ഒരു അരടുപ്പും 2 പുടവസ്ത്രവുമാണ്. അത് മറ്റൊരു അഭിപ്രായമാണ്. കുട്ടികളായാലും അങ്ങനെ തന്നെയാണ്. ഫയുസ്തഹബ്ബു തക്ഫീനു സബീ ഫീ സലാസത്തിൻ കൽബാലിഗി, കുട്ടികളായാലും 3 പുടവസ്ത്രത്തിലാണ് കഫൻ ചെയ്യേണ്ടത്. പൂർത്തിയായ വലിയ ആളുകളെ പോലെ തന്നെ ശറഅൽ മുഅദ്ദബ് പറയുന്നുണ്ട്. ഇനി ആശിയത്തുൽ ജമൽ നോക്ക് നിങ്ങൾ. ആശിയത്തുൽ ജമലിലും അങ്ങനെ തന്നെ പറയുന്നു, വൽ അഫ്ളലി റജുലി സലാസത്തുൻ, പുരുഷനിക്ക് ഏറ്റവും ശ്രേഷ്ഠമായത് കണ്ട 5 വസ്ത്രം എന്നല്ല, ഏറ്റവും ശ്രേഷ്ഠമായത് സലാസത്തുൻ 3 വസ്ത്രമാണ്. അവിടെയും ആശിയത്തുൽ ജമലിലും ഒക്കെ ഹദീസ് പറയുന്നതിൽ ഖബരി ആയിഷ റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹു അൻഹ ഹദീസാണ് പറയുന്നുള്ളത്. ഏതാ ഹദീസ്? കുഫിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സലാസത്തി അസ്വാബിൻ ബീദിൻ സുഹൂലിയത്തിൻ, വെളുത്ത സുഹൂലിയായ 3 വസ്ത്രത്തിൽ റസൂലുള്ളാഹിനെ കഫൻ ചെയ്തു. ലൈസ ഫിയാ ഖമീസുൻ വലാ അമാമത്തുൻ, അതിൽ കമീസോ തലക്കെട്ടില്ല. റവാഹു ശൈഖാൻ. ആശിയത്തുൽ ജമലും അങ്ങനെ തന്നെയാണുള്ളത്. ഇനി നിഹായത്തു സൈൻ എടുത്തു നോക്കിയാലും അവിടെയും അങ്ങനെ തന്നെയാണ് ഉപയോഗം. വഅക്മലുഹു ഫീ ഹഖ്ഖി ദക്കരി, പുരുഷന്റെ അവകാശത്തിൽ ഏറ്റവും പരിപൂർണമായത് സലാസത്ത് അസ്വാബിൻ ബീദിൻ, വെളുത്ത 3 പുടവസ്ത്രമാണ്. കുല്ലുഹാലഫായിഫു, അത് മുഴുവനും ആ 3 വസ്ത്രവും ശരീരം മുഴുവനും മറക്കുന്ന 3 പുടവസ്ത്രമാണ്. അതിൽ ആരോട് പറഞ്ഞിട്ടില്ല. ലൈസ ഫിയാ ഖമീസും വലാ അമാമ, ആ 3 പുടവസ്ത്രത്തിൽ കമീസോ തലക്കെട്ടോ ഇല്ല. എന്നിട്ട് നിഹായത്തു സൈൻ പറയുന്നുണ്ട്, വൽ അഫ്ളലു, ഏറ്റവും പരിപൂർണമായത് 3 വസ്ത്രം പറഞ്ഞുകൊണ്ട് പറയുന്നു, ഏറ്റവും ശ്രേഷ്ഠമായത് അൽ ഇഖ്തിസാറു അലൈഹാ, ആ 3 വസ്ത്രത്തിന്റെ മേൽ ചുരുക്കലാണ് ഏറ്റവും നല്ലത്, ശ്രേഷ്ഠമായത്. ഞാൻ എൻ്റെ സ്വന്തം വകയായി പറഞ്ഞതല്ല. പല ആളുകൾക്കും പല അഭിപ്രായം പറയാനുണ്ടാകും. പക്ഷെ കിതാബിലുള്ള വിഷയം, നാട്ടു നടപ്പിൽ എന്താണോ ചെയ്തതെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ അടുത്ത കാലത്ത് മരണപ്പെട്ട വലിയ വലിയ ഉലമാക്കളെ കൊണ്ട് എങ്ങനെ എന്താണ് ചെയ്തതെന്ന് എനിക്ക് അറിയില്ല. എന്നാലും കിതാബിൻ്റെ ഉദ്ധരണി അതുപോലെ ഞാൻ അർത്ഥം വെച്ച് വെക്കാണ്. വൽ അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠമായത് അൽ ഇഖ്തിസാറു അലൈഹ, ആ 3 വസ്ത്രത്തിൻ്റെ മേൽ ചുരുക്കലാണ്. അതിരിക്കും അവിടെ തെളിവ് പറഞ്ഞത് ലിഖബരി ശൈഖിൻ ആയിഷ, ആയിഷ ബീവിയുടെ ഹദീസാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നോക്ക് നിങ്ങൾ. പക്ഷെ മാലിക്കി മദ്ഹബ് പ്രകാരം ഒരു കമീസ് തലക്കെട്ടും വീണു എന്ന് പറയുന്നവരാ. അപ്പൊ ഈ ഹദീസിനിക്ക് മാലിക്കി പണ്ഡിതന്മാർ അതിലൊക്കെ ഈ ഹദീസിനിക്ക് വ്യാഖ്യാനം പറഞ്ഞത് ആയിഷ ബീബിയുടെ ഹദീസ് ഉണ്ടല്ലോ, 3 വസ്ത്രത്തിൽ കഫൻ ചെയ്തു, അതിൽ തലക്കെട്ടോ കമീസോ ഇല്ല. അതിലേക്ക് മാലിക്കി പണ്ഡിതന്മാർ തെളിവ് വ്യാഖ്യാനം പറഞ്ഞത് എങ്ങനെ? മഹനാവു അന്നവു ലൈസ മിന്നാ കമീസും വലാ ഇമാമത്തുൻ, അതിൽ കമീസ് ഇമാമത്തും പെട്ടതല്ല, അത് വേറെ തന്നെയാണെന്നാ. എന്ന് പറഞ്ഞാൽ അന്നഹുമാ
ലം യുഅദ്ദാ മിന സലാസതി, അത് മൂന്നിൽ അതിനെ കണക്കിലെടുത്തിട്ടില്ല. അന്നഹുമാ മൗജൂദാനി ഫിൽ കഫ്നി, ആ തലക്കെട്ടും പിന്നെ കമീസും ആ കഫൻപുടയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ആ മൂന്നിന്റെ കൂട്ടത്തിൽ, മൂന്നുള്ള ആ വസ്ത്രത്തിന്റെ കൂട്ടത്തിൽ തലക്കെട്ടും ഈ കമീസിനെയും കണക്കിലെടുത്തിട്ടില്ല. ഉണ്ടായത് അതിൽ തലക്കെട്ടും കമീസും ഉണ്ടായിരുന്നു, പക്ഷേ അതിനെ കണക്കിലെടുക്കാതെയാണ് മൂന്ന് വസ്ത്രത്തിൽ എന്താക്കിയത്, കഫൻപുട ചെയ്തു എന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട് മാലിക്കി മദ്ഹബുകാരൻ. ഷഫീ മദ്ഹബല്ല, മാലിക്കി മദ്ഹബ്. ഷഫീ മദ്ഹബ് പറയുന്നത് മൂന്ന് വസ്ത്രത്തിൽ ചുരുക്കലാണ് ഏറ്റവും നല്ലത്. മനസ്സിലായല്ലേ? ഷറഹുൽ ബഹജയിൽ ആ അഭിപ്രായം ആ മാലിക് ഇമാമിന്റെ വ്യാഖ്യാനം പറയുന്നുണ്ട്. ഇനി നോക്ക് നിങ്ങള്, പിന്നെ ഫതാവൽ കുബ്ര, ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ ഫതാവൽ കുബ്രയിലും പറയുന്നുണ്ട്, വൽ അഫ്ളലു ലിർറജുലി, പുരുഷനിക്ക് ഏറ്റവും ശ്രേഷ്ഠമായത് സലാസത്തു അസ്വാബിൻ, മൂന്ന് വസ്ത്രമാണ്. വകൗനുഹാ ലഫായിഫ, ആ മൂന്ന് വസ്ത്രവും മൂന്ന് പുട വസ്ത്രമായിരിക്കണം. വമുതസാവിയത്തുൻ, സമാനമായ ഒരേപോലത്തെ മൂന്ന് പുട വസ്ത്രമാണ്. അപ്പൊ അരടുപ്പ് എന്നുള്ളത് അത് ഷറൽ മദ്ഹബിൽ പറഞ്ഞ ഒരു അഭിപ്രായമാണ്. ഏറ്റവും ഫതാവൽ കുബ്ര ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് മൂന്ന് കുട ഒരേപോലത്തെ വസ്ത്രമാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. അതുപോലെ തന്നെ നൈമാമിനിക്കുള്ള മിൻഹാജിലും അങ്ങനെ തന്നെ പറയുന്നു, വൽ അഫ്ളലു ലിർറജുലി, പുരുഷനിക്ക് ഏറ്റവും നല്ലത് സലാസത്തുൻ, മൂന്ന് കുട വസ്ത്രമാണ്. മിൻഹാജിന്റെ ഇബാറത്താണത്, അതാണ് ഫഹിയ ലഫായിഫു, അതാണ് അത് മൂന്ന് കുട വസ്ത്രമാണ്. അതുപോലെ തന്നെ മൻഹജുൽ കവീമിലും എന്ന് പറയുന്നുണ്ട്, വയുസന്നു ലിർറജുലി, പുരുഷനിക്ക് സുന്നത്താണ് സലാസത്തുൽ ലഫായിഫ്, മൂന്ന് കുട വസ്ത്രം, അതാണ് സുന്നത്ത്. യസ്തുറു കുല്ലു മിൻഹാ ജമീഅൽ ബദൻ, ശരീരം മുഴുവനും മറക്കുന്ന മൂന്ന് കുട വസ്ത്രമാണ്. ഇനി വസീത്തിൽ അങ്ങനെ തന്നെ പറയുന്നുണ്ട്, അമ്മൽ അക്ബലു, ഏറ്റവും പരിപൂർണമായത്, ഫഹുവ സലാസു ഫി ഹഖ്ഖുർ റിജാലി, പുരുഷന്മാരുടെ അവകാശത്തിൽ മൂന്നാണ് ഏറ്റവും നല്ലത്. വസീത്തിൽ പറയുന്നുണ്ട് ആ മൂന്ന് പുട വസ്ത്രമായിരിക്കണമെന്നും ആ വസീത്തിൽ പറയുന്നു. ഇനി ഷറഹുൽ ബഹ്ജ നോക്കുക, ആ ഷറഹുൽ ബഹ്ജന്റെ ഇബാറത്ത് നോക്ക് നിങ്ങൾ, വഔലൽ കഫനിൽ ദക്കരി, പുരുഷനിക്ക് ഏറ്റവും നല്ലത് വലൗ തിഫ്ലൻ, കുട്ടിയാണെങ്കിലും, അയ്യകൂന ബിസലാസതി അസ്വാബിൻ ദാതി ബയാദിൻ ലഫായിഫിൻ, മൂന്ന് വെളുത്ത വസ്ത്രമായിരിക്കലാണ്. മനസ്സിലായല്ലേ? അതാണ് മൂന്ന് വെളുത്ത വസ്ത്രമായിരിക്കലാണ്. അവിടെ ഈ ഹദീസ് പറയുന്നുണ്ട്, തലക്കെട്ടും കമീസും ഇല്ലാത്ത മൂന്ന് യമാനിയായ വസ്ത്രത്തിൽ റസൂലുള്ളാഹിനെ കഫൻ ചെയ്യപ്പെട്ടു. അപ്പോൾ ഷറഹുൽ ബഹ്ജയും മിൻഹാജും മുഗ്നിയും തുഹ്ഫയും ഒക്കെ പറഞ്ഞിട്ടുള്ളത് മൂന്ന് വസ്ത്രമാണ് ഏറ്റവും നല്ലത്. ഇനി നോക്ക് നിങ്ങൾ, ഫത്തുൽ മുഈന് അവിടെ മൂന്ന് വസ്ത്രമാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നു, വജാസ അൻ യുസാദ തഹ്തഹാ ഖമീസുൻ വഅമാമത്തുൻ, എന്നാൽ ഈ മൂന്ന് വസ്ത്രത്തിന്റെ താഴെ, മൂന്ന് വസ്ത്രം പതപ്പിക്കുന്നതിന് മുമ്പ് കമീസും തലക്കെട്ട് ജാസിയാക്കൽ ജായിസാണ്. മിൻ ഗൈരി കറാഹ, കറാത്തില്ല, ജായിസാണ്. അങ്ങനെ കമീസും തലക്കെട്ട് ധരിച്ചാൽ വിരോധമില്ല, എതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല, കറാത്തും കിട്ടൂല, ജായിസാണെന്നേ പറഞ്ഞിട്ടു. ഏറ്റവും നല്ലത് മൂന്ന് വസ്ത്രമാണ്, എന്നാൽ കമീസും തലക്കെട്ടും ജാസിയാക്കിയാൽ ജായിസാണ്. എന്താ അതിനേക്ക് തെളിവ് പറഞ്ഞിട്ടുള്ളത്? ഇയാനത്ത് പറയുന്നുണ്ട് ആ ഫത്തുൽ മിന്നിന്റെ വ്യാഖ്യാനത്തില്, വദാലിക ലിഅന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കഫന ഇബ്നലഹു, അദ്ദേഹത്തിന്റെ മകനെ കഫൻ ചെയ്തിട്ടുണ്ട്, ഫി ഖംസതി അസ്വാബിൻ, 5 വസ്ത്രത്തിലാണ് കഫൻ ചെയ്തത്. അതില് കമീസുൻ, ഒരു കമീസുണ്ട്, അമാമത്തുൻ, തലക്കെട്ടുണ്ട്, വസലാസത്തു ലഫായിഫ്, 3 പുട വസ്ത്രവുമുണ്ട്. ഈ ഹദീസ് പറയുന്നുണ്ട്. അപ്പോ എതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജായിസാണ്, കറാത്തൊന്നുമില്ല. പിന്നെ അവിടെ നിഹായന്റെ ഇബാറത്ത് ഉദ്ധരിക്കുന്നുണ്ട്. ഏതാണ് ആ നിഹായന്റെ ഉദ്ധരണി? അസിയാദത്തു അല സലാസ ഹിയ
എന്ന് പറഞ്ഞാൽ അസിയാദത്തു അല സലാസ, മൂന്നിനേക്കാൾ ജാസ്തിയാക്കൽ ഖിലാഫുൽ ഔലയാണ്. കറാത്തില്ലെങ്കിലും കറാത്തിനോട് അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥാനമാണ് ഖിലാഫുൽ ഔല. അത്ര നല്ലതല്ല, നല്ലത് മൂന്നാണ്. ഇനി കമീസും അതും ജാസ്തിയാക്കിയാൽ അത്ര നല്ലതല്ല, ഖിലാഫുൽ ഔലയാണ് എന്ന് നിഹായിൽ പറയുന്നുണ്ട്. ഇത് വെറുതെ പറഞ്ഞതല്ല, അവിടൊന്നും ആരും അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. കമാഫിൽ മജ്മൂ എന്നിട്ട് പറയുന്നത് മജ്മൂൽ അങ്ങനെയാണുള്ളത്. ഏത്? മൂന്നിനേക്കാൾ ജാസ്തിയാക്കൽ, പുരുഷന്മാരിൽ മൂന്നിനേക്കാൾ ജാസ്തിയാക്കൽ ഖിലാഫുൽ ഔലയാണ്. അതിലേക്ക് എന്തേ കാരണം പറഞ്ഞത്? ലിഅന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുഫിന ഫീ സലാസത്തി അസ്വാബിൻ, റസൂലുള്ളാഹിനെ 3 വസ്ത്രത്തിലാണ് കഫൻ ചെയ്തത്. ലൈസ ഫിഹാ ഖമീസുൻ വലാ അമാമത്തുൻ, അതിൽ കമീസോ തലക്കെട്ടോ ഇല്ല. അപ്പൊ റസൂലുള്ളാഹിന്റെ ചെറിയെണ്ണു യോജിച്ചിട്ട് ഏറ്റവും നല്ലത് 3ആണ്. ഇനിയും കമീസും തലക്കെട്ടും ജാസ്തിയാക്കുകയാണെങ്കിലോ ജായിസാണ്, പക്ഷേ ഖിലാഫുൽ ഔലയാണ് എന്ന് പറഞ്ഞു. ഇനി നോക്ക് നിങ്ങൾ, ഷർവാനി അങ്ങനെ തന്നെ പറയുന്നത് വയജൂസു ബിലാ കറാഹത്തിൻ, കറാത്തില്ലാതെ ജായിസാണ്. റാബിഉൻ വ ഖമീസുൻ, 4-മത്തതും 5-മത്തതും എന്ന് പറഞ്ഞാൽ കമീസും തലക്കെട്ടും, 4-മത്തവര് കമീസും തലക്കെട്ടും, 5-മത്തവര് തലക്കെട്ടും ജാസ്തിയാക്കാം, ജായിസാണ്, കറാത്തില്ല. എന്നിട്ടും അവിടെ പറയുന്നുണ്ട് തൂഫ ലാക്കിന്നഹു ഖിലാഫുൽ മുസ്തഹബ്, സുന്നത്തിനിക്ക് വിരുദ്ധമാണ്. സുന്നത്ത് 3 വസ്ത്രമാണ് നല്ലത്, സുന്നത്തിനിക്ക് എതിരാണ്. അത് കറാത്ത് കിട്ടൂല, പക്ഷെ എന്നാലും സുന്നത്തിനിക്ക് എതിരാണ് എന്ന് തൂഫ പറയുന്നു. ഏത്? 4ഉം 5ഉം കമീസ് ജാസ്തിയാക്കൽ സുന്നത്തിനിക്ക് എതിരാണ്, കറാത്ത് കിട്ടൂല. തൂഫന്റെ ഇബാറത്താണ് ഞാൻ പറഞ്ഞത്. ഇന്ന് ഷർവാനി എന്ന് പറയുന്നുണ്ട് വൈൻസീദ ഇബാറത്തുർ റൗള, റൗളന്റെ ഇബാറത്ത് ഉദ്ധരിച്ചുകൊണ്ട് വൈൻസീദ റജുലു അല സലാസത്തി ലഫായിഫ, 3 പുടം വസ്ത്രത്തിനേക്കാൾ പുരുഷനിക്ക് ജാസ്തിയാക്കിയാൽ കമീസും ഇമാമത്തൻ, കമീസും തലക്കെട്ടും ജാസ്തിയാക്കിയാൽ ജായിസാണ്. കാലഫി ഷറൈ, അതിന്റെ ഷറയിൽ പറയുന്നുണ്ട് വലൈസത്ത് സിയാദത്തുഹുമാ മക്റൂഹത്തൻ, മക്റൂഹത്തൻ, ഈ തലക്കെട്ടും ഇമാമത്തും തലക്കെട്ടും കമീസും ജാസ്തിയാക്കൽ കറാത്തല്ല, ലാകിന്നഹാ ഖിലാഫുൽ ഔലാ, എങ്കിലും അത് ഖിലാഫുൽ ഔലയാണ്. ഷർവാനിയാണ് പറയുന്നത്. ഇനി ഷറൽ മുഅദ്ദബിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. വല്ലഫ്ളു അല്ലാ യകൂന ഫിൽ കഫ്നി കമീസും വലാ ഇമാമത്തുൻ, ഏറ്റവും ശ്രേഷ്ഠമായത് കഫൻ പുടയിൽ കമീസും തലക്കെട്ടും ഇല്ലാതിരിക്കലാണ് ഏറ്റവും നല്ലത്. ഫൈൻ കാനാലം യുഖ്റ, ഇനി ഉണ്ടായാൽ ഖറാത്തൊന്നും കിട്ടൂല, ലാകിന്നഹു ഖിലാഫുൽ ഔല, എങ്കിലും ഖിലാഫുൽ ഔലയാണ്. ഷറൽ മുഅദ്ദബ്. ഷറൽ ബാജ് എടുത്തു നോക്കിയാൽ അതിന്റെ ഇബാറത്ത് അങ്ങനെ തന്നെയാണ്. വല്ലഫ്ളു അല്ലാ യകൂന ഫിൽ കഫ്നി കമീസും വലാ ഇമാമത്തുൻ, കഫൻ പുടയിൽ കമീസും തലക്കെട്ടും ഇല്ലാതിരിക്കലാണ് ഏറ്റവും നല്ലത്. സ്പഷ്ടമായി തന്നെ പറയുന്നു, ഏറ്റവും നല്ലത് ശ്രേഷ്ഠമായത് കഫൻ പുടയിൽ കമീസും തലക്കെട്ട് ഇല്ലാതിരിക്കലാണ്. വൈകാനാലം യുക്ര, ഉണ്ടായാൽ കറാത്തൊന്നുമില്ല, ലാകിന്നഹു ഖിലാഫുൽ ഔല, ആ കമീസും തലക്കെട്ടും ഉണ്ടാകൽ ഖിലാഫുൽ ഔലയാണ്. അതെനിക്ക് പറഞ്ഞത് ആയിഷ ബീവിയുടെ ഹദീസാണ്, ഷറഹുൽ ബഹ്ജന്റെ ഇബാറത്താണ്. പിന്നെ അതാണ് പറയുന്നത്. ഇനി ജാസ്തിയാക്കിയാൽ വിരോധമൊന്നുമില്ല, മനസ്സിലായില്ല. ആഷിയത്തുൽ ജമലും അങ്ങനെ തന്നെയാണ്. വയജൂസു മിൻ ഗൈരി ഖറാത്തിൻ റാബിഉൻ വ ഖാമിസുൻ, കറാഹത്തൊന്നുമില്ല, 4-മത്തെ കമീസും 5-മത്തെ തലക്കെട്ടും കറാഹത്തൊന്നുമില്ല, ജാസ്തിയാക്കാം. അതെനിക്ക് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഹദീസാണ് പറയുന്നത്. മകനെ കഫൻ ചെയ്തത് 5 വസ്ത്രത്തിലാണ്, അതിൽ കമീസും തലക്കെട്ടുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞുകൊണ്ട് പറയുന്നു നഅം ഹിയ ഖിലാഫുൽ അഫ്ളലി, 5 വസ്ത്രം 4-മത്തെ കമീസും 5-മത്തെ തലക്കെട്ടും ജായിസാണ് എങ്കിലും ഖറാത്ത് ഇല്ല എങ്കിലും അത് ഏറ്റവും ശ്രേഷ്ഠമായതിനിക്ക് വിരുദ്ധമാണ് എന്ന് ആഷിയത്തുൽ ജമലിൽ കാണാം. ഇനി നോക്ക്, തൂഫയിലും അങ്ങനെ തന്നെ വലൈസത്ത് സിയാദത്തുഹുമാ മക്റൂഹ, അത് ജാസ്തിയാക്കൽ ഖറാത്തല്ല, ലാകിന്നഹാ ഖിലാഫുൽ ഔല, അവിടെയും അങ്ങനെ തന്നെ പറയുന്നു. ഇനി ആഷിയത്തുൽ അമീർ എടുത്ത് നോക്കിയാലും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ റൗളന്റെ ഇബാറത്തും അങ്ങനെ തന്നെയാണ്. അതാണ് റൗളന്റെ ഇബാറത്തും അങ്ങനെ തന്നെയാണ് പറയുന്നത്. വൈൻ കുഫിന റജുലു ഈ സലാസത്തിൻ, 3 വസ്ത്രത്തിൽ പുരുഷനെ കഫൻ ചെയ്താൽ ഫസ് മുസ്തഹബു
സലാസത്തു അസ്വാബിൻ, 3 പുട വസ്ത്രമാണ് ഏറ്റവും നല്ലത്. റൗളയും അങ്ങനെ തന്നെ പറയുന്നുണ്ട്, നിഹായത്തു സീനും അങ്ങനെ തന്നെ പറയുന്നുണ്ട്, അസ്നുൽ മത്താലിബിലും അങ്ങനെ തന്നെ പറയുന്നുണ്ട്. അസ്നുൽ മത്താലിബിന്റെ ഈ ഭാഗത്ത് വായിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇമാമ, പുരുഷനിക്ക് തലക്കെട്ടും ഒരു കമീസും ജാസ്തിയാക്കിയാൽ ജാസ, വിരോധമില്ല. റവൽ ബൈഹഖിയു, ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്ത ഹദീസ് പറയുന്നുണ്ട്, അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ കഫന ഇബ്നൻ ലഹു ഫീ 5 അസ്വാബിൻ ഖമീസുൻ വ ഇമാമത്തുൻ വ സലാസു ലഫായിഫാ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകനെ കഫൻ ചെയ്തത് 5 വസ്ത്രത്തിലാണ്. ഒരു കമീസ്, തലക്കെട്ട്, 3 പുടവസ്ത്രമാണ്. എന്നിട്ട് അസ്നുൽ മത്താലിബിന്റെ ഭാഗത്ത് വലൈസത്ത് സിയാദത്തുഹുമാ മക്റൂഹ, ആ 5 കമീസും തലക്കെട്ട് ജാസ്തിയാക്കൽ കറാത്തല്ല, ലാകിന്നഹാ ഖിലാഫുൽ ഔലാ, നല്ലതിനിക്ക് വിരുദ്ധമാണ് എന്ന് പറയുന്നുണ്ട്. മനസ്സിലായല്ലേ? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഫൻ ചെയ്തത് കഫം പുടവസ്ത്രത്തിൽ തലക്കെട്ടും കമീസില്ലായിരുന്നു. ഇങ്ങനെ ഇതാണ് പുരുഷന്മാരുടെ കഫം പുട വസ്ത്രത്തിൻ്റെ ഇബാറത്ത് സഹിതം ഞാൻ പറഞ്ഞത്. മൊത്തത്തിൽ പറഞ്ഞാൽ ഏറ്റവും നല്ലത് പുരുഷന്മാർക്ക് 3 കഫം പുട വസ്ത്രമാണ്. അതിൽ കമീസോ തലക്കെട്ടോ ഇല്ലാതിരിക്കലാണ് ഏറ്റവും നല്ലത് എന്നാണ് ഫുഖഹാന്റെ ഇബാറത്തിൽ നിന്ന് വളരെ സ്പഷ്ടമായി വ്യക്തമാകുന്നത്. ഇനി കമീസും തലക്കെട്ടും ജാസ്തിയാക്കിയാൽ അതിനെ എതിർക്കപ്പെടേണ്ടതോ അല്ലെങ്കിൽ പ്രശ്നമാക്കേണ്ടതില്ല, അത് വിരോധമില്ല, ജായിസാണ്. കാരണം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ മകനെ കഫൻ ചെയ്തത് 5 വസ്ത്രത്തിലാണ്, അതിൽ കമീസും തലക്കെട്ടും ഉണ്ടായിരുന്നു. പക്ഷേ ഈ 5 വസ്ത്രത്തിൽ കമീസും തലക്കെട്ടും ജാസ്തിയാക്കുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമാണ് എന്നതെനിക്ക് ഖിലാഫുൽ ഔലയായിട്ട് വരും. അത് ഖിലാഫുൽ ഔലയാണ്, ഖറാത്ത് കിട്ടൂല. തൂഫന്റെ ഭാരത്ത് ഖിലാഫുൽ മുസ്തഹബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഫൻ പുടയിൽ കമീസോ തലക്കെട്ടോ ഉണ്ടായിരുന്നല്ലോ. അപ്പം റസൂലുള്ളാഹിന്റെ സുന്നത്തിനിക്ക് വിരുദ്ധമാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ആകത്തുക പറഞ്ഞതിൻ്റെ. ഇൻഷാ അല്ലാഹ് അഭിപ്രായങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം എന്ന് ഓർമ്മപ്പെടുത്തലോടുകൂടെ, അല്ലെങ്കിൽ കൂടുതൽ ഇതിനേക്കാൾ വിവരം ആരെങ്കിലും കൈവശത്തുണ്ടെങ്കിൽ അത് അയച്ചു തന്നുകൊണ്ട് സഹകരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.